നിയമങ്ങൾ കാറ്റിൽ പറത്തി കൊല്ലത്ത് അനധികൃത മദ്യവിൽപ്പന. കാവനാട് സാൻ ബാറിൽ രാവിലെ 9 മണി മുതലാണ് മദ്യവിതരണം തുടങ്ങിയത്. ദൃശ്യങ്ങൾ 24 ലഭിച്ചു. 24 ഇൻവെസ്റ്റിഗേഷൻ. സമയം ഇപ്പോൾ 8:43 ആണ്. സാധാരണഗതിയിൽ ബാറുകൾ തുറക്കേണ്ട സമയം 11 മണി മുതൽ രാത്രി 11 മണി വരെയാണ്. പക്ഷേ കൊല്ലം കാവനാടുള്ള ഒരു ബാർ രാവിലെ മുതൽ തന്നെ പ്രവർത്തനം ആരംഭിക്കും. വിൽപ്പന മാത്രമല്ല, പൊതിഞ്ഞ് പുറത്തേക്ക് കൊടുത്തുവിടുന്നതിനും ഈ ബാറിൽ സൗകര്യങ്ങളുണ്ടെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടേക്കാണ് ഈ യാത്ര ഞങ്ങൾ തുടങ്ങുന്നത്. രാവിലെ 11 മണി മുതൽ രാത്രി 11 മണി വരെയാണ് ബാറുകളിൽ മദ്യവിൽപ്പനയ്ക്ക് അനുമതിയുള്ളത്. എന്നാൽ കൊല്ലം കാവനാട് പ്രവർത്തിക്കുന്ന സാൻ ബാറിൽ രാവിലെ 9 മണി മുതൽ മദ്യവിതരണം ആരംഭിക്കും. ഉടമയുടെ സാന്നിധ്യത്തിലാണ് ഈ അനധികൃത മദ്യക്കച്ചവടം. പാഴ്സലായും മദ്യം ഇവിടെ നിന്ന് യഥേഷ്ടം ലഭിക്കും. ണതല്ലേ പെട്ടെന്ന് ശക്തികുളങ്ങര പോലീസിന്റെ കൺമുന്നിലാണ് ഈ മദ്യക്കച്ചവടം. പ്രധാന കവാടം വഴി ആളെ കയറ്റിവിട്ടാണ് മദ്യവിൽപ്പന. ക്യാമറാമാൻ ശ്രീകാന്ത് PS-നൊപ്പം അരുൺ രാജ്, 24 കൊല്ലം. കൊല്ലം കാവനാട്ടെ സാൻ ബാറിൽ എക്സൈസിന്റെയും പോലീസിന്റെയും സംയുക്ത പരിശോധന ഇപ്പോൾ നടക്കുകയാണ്. സമയക്രമം പാലിക്കാതെ മദ്യവിൽപ്പന നടത്തുന്നുവെന്ന 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് പരിശോധന. അരുൺ രാജ് വിവരങ്ങൾ നൽകും. കൊല്ലത്ത് നിന്ന് അരുൺ, ഈ വാർത്തയ്ക്ക് മുമ്പേ തന്നെ അവിടെ പോലീസിനും എക്സൈസിനും ഒക്കെ അറിയാവുന്ന കാര്യമായിരുന്നു. വാർത്ത പുറത്തു വന്നതോടെ അവർ കൂടി യഥാർത്ഥത്തിൽ ഇത് പ്രതിരോധത്തിലായി എന്ന് തോന്നുന്നു. തുടർ നടപടികൾ ഉണ്ടാകുമോ? വിജയകുമാർ, നേരത്തെ തന്നെ ഈ ബാർ കേന്ദ്രീകരിച്ച് അനധികൃത മദ്യവിൽപ്പന ഉണ്ട് എന്ന കാര്യം പൊതുസമൂഹത്തിന് അറിയാവുന്നതാണ്. പക്ഷേ ഇത് എന്തുകൊണ്ട് ഉദ്യോഗസ്ഥർ കണ്ണടച്ച് മുന്നോട്ട് പോവുകയായിരുന്നു? നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടതിന് തൊട്ട് പിന്നാലെയാണ് ആദ്യം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ B വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഇപ്പോൾ ബാറിൽ പരിശോധന തുടരുകയാണ്. പോലീസിന്റെ പ്രത്യേക സംഘവും ഈ ബാറിൽ ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട്. അനധികൃത മദ്യക്കച്ചവടവും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് പോലീസ് ഇപ്പോൾ CCTV അടക്കം ഈ ബാറിൽ നിന്ന് ശേഖരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബാറിലെ സ്റ്റോക്ക് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാം എന്നുള്ള കാര്യം എക്സൈസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. കാരണം എക്സൈസ് പറയുന്നത് ഇത്തരത്തിൽ പാഴ്സലായി കൊടുക്കാൻ ബാറുകൾക്ക് അധികാരമില്ല, നിയമപരമായി ഇത് തെറ്റാണ്. അത്തരത്തിൽ പാഴ്സലായി കൊടുത്ത ദൃശ്യങ്ങളടക്കം നമ്മൾ പുറത്തുവിട്ട സാഹചര്യത്തിൽ കേസടക്കം എടുക്കേണ്ട സ്ഥിതിയിലേക്ക് ഇപ്പോൾ എക്സൈസ് എത്തിയിരിക്കുകയാണ്. എന്തായാലും അനധികൃത മദ്യക്കച്ചവടത്തിന്റെ ഒരു വിവരം അത് പോലീസിനെ സംബന്ധിച്ച് ഏറെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ എക്സൈസ് വകുപ്പ് മന്ത്രിയടക്കം ഇക്കാര്യത്തിൽ ജാഗ്രത കാട്ടണം, ഈ ക്രിസ്മസും ന്യൂ ഇയറുമാണ്, ഇക്കാര്യത്തിൽ ജാഗ്രത വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അനധികൃതമായി യഥേഷ്ടം യാതൊരു സമയക്രമവും പാലിക്കാതെ ഇത്തരത്തിൽ മദ്യക്കച്ചവടം നഗരഹൃദയത്തിൽ തന്നെ നടന്നത്. എന്തായാലും സംഭവത്തിൽ ഇപ്പോൾ അന്വേഷണവും പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട്. സംയുക്ത പരിശോധന നടക്കുകയാണ്. 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് ആ പരിശോധന അവിടെ നടക്കുന്നത്. തുടർ നടപടികൾ ഉണ്ടാകും എന്നാണ് കരുതുന്നത്. ഈ ക്രമവിരുദ്ധമായ ചട്ടവിരുദ്ധമായ സമയക്രമം പാലിക്കാതെയുള്ള മദ്യവിൽപ്പന, അതിൽ ഉറപ്പായും എക്സൈസിന്റെ നടപടി ഉണ്ടാകും. അരുൺ രാജ് വിവരങ്ങൾ നൽകുകയായിരുന്നു.